അസ്സലാമലൈക്കും. പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഒരു ഈവനിങ് സ്നാക്കാണ്, ഉണ്ടപ്പൊരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാ. ഉണ്ടംപൊരിയുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പഴുത്ത പഴം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അടുക്കം പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവനുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഉണ്ടംപൊരിക്ക് കൂടുതൽ ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് ഞാലിപ്പൂവനാണ്. അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അടുക്കം പഴം വെച്ച് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 7 പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ അളവിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് 20 അപ്പമാണ് കിട്ടുക, അതായത് 20 ഉണ്ടംപൊരി കിട്ടും. ഈ പഴം മുഴുവന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ പേസ്റ്റാക്കി എടുക്കുക. ഒട്ടും തരിയില്ലാതെ വേണം പേസ്റ്റാക്കി എടുക്കാനായിട്ട്. ഏലക്ക മുഴുവനെ അല്ലെങ്കിൽ ഏലക്ക പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് ഇത്. ഇനി ഈ മിക്സിയുടെ ജാറിലോട്ടേക്ക് അല്പം വെള്ളം ഒഴിച്ച് മാറ്റി വെക്കണേ. നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും പൊടി കലക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരാണ് ഇത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഫ്രഷ് ആയിട്ടുള്ള അപ്പക്കാരം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ലതുപോലെ പൊങ്ങി വരിക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യട്ടെ, അതിന് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവ് വേണ്ടത് ഇതിലേക്ക് 700 ഗ്രാമാണ് മൊത്തമായിട്ട് വേണ്ടത്. ഞാനിപ്പോൾ ആദ്യം അല്പം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ബാക്കി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള മധുരം പാകത്തിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടെ ഒന്ന് കൂടുതലെടുക്കാമേ. ഞാൻ പാകത്തെ ഒരുപാട് നമുക്ക് കഴിക്കുന്ന സമയത്ത് നിർത്തിപ്പോകണമെന്ന് തോന്നാത്ത വിധത്തിലുള്ള ഒരു മധുരമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അധികം മധുരമാകുമ്പോൾ കഴിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് പാകത്തിലുള്ള മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ആട്ടമാവും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇന്നലെ രാത്രി മോൻ പറഞ്ഞു രാവിലെ ചായക്ക് ഉണ്ടംപൊരി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് മാവ് കുഴയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുഴച്ച് വെച്ച് ഏകദേശം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുക. ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ടില്ലേ, അതിൽ അല്പാൽപ്പം ഒഴിച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം. ഇതിൻ്റെ കുഴവാണ് നല്ലതുപോലെ വേണ്ടത്. നല്ലതുപോലെ കുഴച്ചാൽ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടംപൊരി കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഞെരടി കുഴച്ചെടുക്കണേ. ഇനി ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടീസ്പൂൺ അളവിൽ ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ജീരകം ഇടയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുക. ഉണ്ടംപൊരി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, 1.5 ടീസ്പൂൺ മതിയാവും. കണ്ടോ, ഇതുപോലെയാണ് മാവ് വേണ്ടത്. നല്ലതുപോലെ കുഴച്ച് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മളിത് നല്ലതുപോലെ വീണ്ടും കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അല്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണേ. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. കയ്യിൽ നല്ലതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അതായത് ഉണ്ടംപൊരി നമ്മൾ കയ്യിലേക്ക് എടുക്കുന്ന സമയത്ത് പറ്റി പിടിക്കും, അതിനാണ് നമ്മൾ കയ്യിൽ വെള്ളം നനക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ ഉള്ളം കയ്യിൽ കൊള്ളുന്നത്ര വണ്ണത്തിലുള്ള ഒരു പിടി എടുക്കുക. ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ഉരുട്ടിയതിന് ശേഷം എണ്ണയിലിട്ട് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം സിമ്മിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഉള്ളു നല്ലതുപോലെ വെന്ത് കിട്ടണം. നല്ല സമയം എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ ഉഴുന്നുവടക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കയ്യിൽ വെള്ളം മുക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതിലേക്ക് മുക്കിയെടുക്കേണ്ടത് കൈ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വെച്ച ചീനച്ചട്ടി അല്പം ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇട്ടത് ഒന്ന് തട്ടി മാറ്റിയിട്ട് രണ്ടാമത്തത് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. 3-മത്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല മുങ്ങത്തക്ക എണ്ണ വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടുക.
അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഒരു വശം റെഡിയായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ. തീ സിമ്മിലിട്ട് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കുക, കാരണം ഇതിൻ്റെ ഉൾവശം വെന്ത് കിട്ടാൻ അല്പം സമയം എടുക്കും. ഗോതമ്പ് മാവല്ലേ, അപ്പോൾ അത് വെന്ത് കിട്ടാൻ അല്പം സമയം എടുക്കും. അതുവരെ നമ്മൾ സിമ്മിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റും അതുപോലെ പുറംവശം നല്ല ക്രിസ്പിയുമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടിക്കാലത്ത് ചായക്കടയിലൊക്കെ ഇങ്ങനെ ഉണ്ടംപൊരി വെക്കുന്നത് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ എപ്പോഴും കരുതാറുണ്ടായിരുന്നു. പിന്നെ ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഇതിന് മുന്നേ ഞാൻ 2-3 വർഷം മുന്നേ ഞാൻ സെയിം വീഡിയോ തന്നെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോന് ഒരാഗ്രഹം പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അധിക പേർക്കും അറിയായിരിക്കും ഇത് ഉണ്ടാക്കുന്ന രീതി. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ പഴമയുടെ രുചികളെല്ലാം നമ്മളെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മൾ പണ്ട് കഴിച്ച ഒരുപാട് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഫുഡൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതെല്ലാം നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണേ. ആരും തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുന്നില്ല, ഞാൻ നിർബന്ധിക്കുകയല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ. പിന്നെ ഇത് എടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയാലും ഒന്നും കൂടെ ഒന്ന് മൂക്കാനുണ്ട്. അപ്പോൾ നല്ല ഡാർക്ക് കളറായി പോകരുത്. നോക്കിയിട്ട് നമ്മൾ പാകമായെന്ന് തോന്നുന്നത് എണ്ണയിൽ നിന്ന് കോരി മാറ്റായേ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ബാക്കിയൊക്കെ റെഡിയാകുന്നതിനനുസരിച്ചിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ച പല പലഹാരങ്ങളും ഇപ്പോഴൊന്നും കാണാൻ പോലും ഇല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓർമ്മ വരുന്ന സമയത്ത് ഇതുപോലുള്ള ഐറ്റമൊക്കെ ഉണ്ടാക്കി നമ്മളും കഴിക്കണം, അതുപോലെ കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമ്മളിതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കയ്യിൽ ചൂടോടെ ഉള്ള എണ്ണയാണ്, തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഉണ്ടംപൊരി? അടിപൊളിയല്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ചുട്ടെടുത്തിട്ട് വരാം. കണ്ടില്ലേ, സ്വാദിഷ്ടമായ ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറംവശം നല്ല ക്രിസ്പിയുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. താങ്ക് യു.